നമസ്കാരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ മിനിമം സാലറി 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകളായി. അതിനിടയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിലിടപെടുന്നു. ചർച്ച നടത്താൻ വിസമ്മതിച്ച് നിൽക്കുന്ന ആശുപത്രി മാനേജ്മെൻറ്റുകളോട് ചർച്ച നടത്തൂ, അതുവരെ സമരം നിർത്തിവെക്കാൻ നഴ്സിംഗ് സംഘടനയായ UNA പറയുന്നു. UNA കോടതി പറഞ്ഞത് അതേപടി കേട്ടു. എന്നാൽ ചർച്ചയ്ക്ക് വേണ്ടി വന്ന ആശുപത്രി മാനേജ്മെൻറ്റുകൾ അഹങ്കാരം കാണിക്കുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ്റെ മധ്യസ്ഥതയിൽ ആശുപത്രി മാനേജ്മെൻറ്റുകൾ ചർച്ചയ്ക്കെത്തിയെങ്കിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തു. അങ്ങനെ അവരുടെ 2 ചർച്ചകളും പൊളിയുന്നു. തൊട്ടുപിന്നിൽ ആസ്റ്റർ അടക്കമുള്ള പല ആശുപത്രികളും നഴ്സുമാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നു. അനധികൃതമായി ജോലിക്ക് വന്നില്ല എന്ന് പറഞ്ഞ് നഴ്സുമാരെ സസ്പെൻഡ് ചെയ്യുകയും പലരുടെയും ഡ്യൂട്ടി പാറ്റേണിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. തുടർന്ന് UNA ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യുന്നു. ഇതോടുകൂടി അവർ വീണ്ടും ചർച്ചയ്ക്ക് വരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ടേംസ് ആൻഡ് കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ വന്ന അടുത്ത ചർച്ചയിൽ ഏതോ ഒരു ചാനൽ എന്തോ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ് ചർച്ച ബഹിഷ്കരിച്ചു പോകുന്നു. ഇതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ നേഴ്സുമാർ വീണ്ടും സമരം പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് 500ഓളം ആശുപത്രികളിൽ UNA എന്ന നേഴ്സിംഗ് സംഘടനയുണ്ട്. അതിൽ 26 ആശുപത്രികൾ മാത്രമാണ് വഴങ്ങാതിരുന്നത്. ഇപ്പോൾ അതിൽ തന്നെ 3 ആശുപത്രി കൂടി വഴങ്ങിയിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെൻറ്റുകൾ നഴ്സിംഗ് സംഘടനാ നേതാക്കളോട് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ സമ്മതിക്കാത്തത് കോർപ്പറേറ്റ് ആശുപത്രികളാണ്. കോട്ടയം കാരിത്താസും തിരുവല്ല പുഷ്പഗിരിയും തൃശ്ശൂർ ജൂബിലിയും അടക്കമുള്ള ആശുപത്രികൾ പ്രതിസന്ധി നീണ്ടുപോവാതെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അമേരിക്കൻ കുത്തകകളായ ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആസ്റ്റർ ഗ്രൂപ്പും KKR ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയും ഒരു ചർച്ചയ്ക്കും വഴങ്ങുന്നില്ല. ആശുപത്രികളിൽ യൂണിയൻ ആവശ്യമില്ല. ഇതൊരു സുവർണാവസരമായി കരുതാം. ഈ പ്രതിസന്ധിയെ നമ്മൾ മറികടന്നാൽ പതിയെ പതിയെ നേഴ്സുമാർ കൊഴിഞ്ഞു പോകും. നിലവിലുള്ളവർ മറ്റു വഴികൾ തേടും. ഇതോടുകൂടി തൽക്കാലം പുതിയ റിക്രൂട്ട്മെൻറ്റ് നിർത്തി യൂണിയനുമായി സഹകരിക്കാത്തവരെ മാത്രം ജോലിക്കെടുക്കാം. അങ്ങനെ സംഘടനയെ പൊളിച്ചെടുക്കാം. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന നഷ്ടം നമുക്കങ്ങ് സഹിക്കാം എന്നതാണ് ആസ്റ്ററിൻ്റെയും ബേബി മെമ്മോറിയലിൻ്റെയും ഒക്കെ നിലപാട്. അതുകൊണ്ട് സമരക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ ബോധപൂർവം നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ധാരണയാകാത്ത ആശുപത്രികളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഷാ പ്രസിദ്ധീകരിച്ചത് ഇവയാണ്: ആസ്റ്റർ കാസർഗോഡ്, ആസ്റ്റർ കണ്ണൂർ, ബേബി മെമ്മോറിയൽ കണ്ണൂർ, ബേബി മെമ്മോറിയൽ വടകര, ബേബി മെമ്മോറിയൽ കോഴിക്കോട്, മൈത്ര കോഴിക്കോട്, ആസ്റ്റർ കോഴിക്കോട്, മെട്രോ കോഴിക്കോട്, RCH കോഴിക്കോട്, മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്, ഇക്ര വയനാട്, ആസ്റ്റർ അരീക്കോട്, ആസ്റ്റർ കോട്ടയ്ക്കൽ, ഇസാഫ് പാലക്കാട്, ക്രസൻറ്റ് പാലക്കാട്, പാൽന പാലക്കാട്, അമല തൃശ്ശൂർ, ജൂബിലി തൃശ്ശൂർ, അശ്വിനി തൃശ്ശൂർ, ലിറ്റിൽ ഫ്ലവർ അങ്കമാലി, ആസ്റ്റർ എറണാകുളം, ലേക്ക് ഷോർ എറണാകുളം, കാരിത്താസ് കോട്ടയം, SH പൈങ്കുളം, പുഷ്പഗിരി പത്തനംതിട്ട, ആസ്റ്റർ കൊല്ലം. കത്തോലിക്ക സഭയടക്കമുള്ളവ നടത്തുന്ന ആശുപത്രി മാനേജ്മെൻറ്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണ്. എന്നാൽ ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ സമ്മതിക്കുന്നില്ല. അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ആസ്റ്ററൊക്കെ വലിയ തോതിൽ അച്ചടക്ക നടപടിയുമായി രംഗത്ത് വന്നു. ജാസ്മിൻ ഷാ ഇന്നിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: കൊച്ചി ആസ്റ്റർ ഇത് നാണക്കേട്. നുണകളും ഭീഷണിയും കൊണ്ട് സംഘടനാ പ്രവർത്തനവും സമരവും പൊളിക്കാമെന്ന് കരുതുന്ന കൊച്ചി ആസ്റ്റർ സിഇഒയുടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു: ആശുപത്രിയൊന്നും ഞങ്ങൾ ഉപരോധിക്കില്ല. എന്നാൽ എറണാകുളം ജില്ലയിലെ സമരമുഖം ഞങ്ങൾ ആസ്റ്ററിലേക്ക് മാറ്റുകയാണ്. നേഴ്സുമാർ ആസ്റ്ററിൽ നിറയും. നിങ്ങളുടെ പണസ്വാധീനത്തെക്കാൾ കരുത്തുണ്ട്. തൊഴിലാളികൾക്ക് എന്ന് അധികം വൈകാതെ ബോധ്യപ്പെടും. 2011 മുതൽ നിങ്ങളുടെ ഭീഷണി കണ്ട് ഭയപ്പെടാത്ത ഒരു സമൂഹത്തോടെ വീണ്ടും ഇത്തരം പിപ്പിടി വിദ്യ വേണ്ട. ഇത്തരം പ്രചരണങ്ങൾ കണ്ട് പേടിക്കുന്നവരല്ല UNA പ്രവർത്തകർ. മിസ്റ്റർ ആസ്റ്റർ CEO, താങ്കളുടെ ഇത്തരം വെല്ലുവിളി അതേ ഭാഷ കൊണ്ട് നേരിടാൻ ഞങ്ങൾ വരുന്നുണ്ട് ജാഥയായി. ആരുടെയൊക്കെ വാക്കുകേട്ട് കോടതിയെ ധിഖരിച്ച് സമരത്തിലിറങ്ങിയ ഇന്നിവർക്കെതിരെ ചേരാനെല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിവേകം വിനയാകും. വൈകാരികമായി ചിന്തിക്കാതെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കൂ, സ്വന്തം ഭാവി നശിപ്പിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് നിരവധി നേഴ്സുമാർക്കെതിരെ ഇവർ കള്ളക്കേസ് കൊടുത്ത് ആ കള്ളക്കേസ് എടുപ്പിച്ച് സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നു. അതായത് ആസ്റ്റർ ഏതറ്റം വരെ പോയി നേഴ്സിംഗ് സംഘടനയെ തന്നെ പൊളിക്കുമെന്ന വാശിയിലാണ്. പ്രിയപ്പെട്ട ആശുപത്രി മാനേജ്മെൻറ്റ് ഉടമകളോട് എനിക്കൊരു അഭ്യർത്ഥന: നേഴ്സുമാർ ജീവിക്കാനുള്ള ശമ്പളം ചോദിച്ച് നടക്കുന്ന സമരം ന്യായമാണെന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആസ്റ്ററിനെയും ബേബി മെമ്മോറിയലിനെയും പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികളെ കണ്ട് ഭയന്ന് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് ഈ ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കുമ്പോൾ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ തന്നെ ഇടയിലെ പാവപ്പെട്ട മാലാഖമാരെയാണ്. ഇവർക്ക് മുടക്കാൻ കോടികൾ അമേരിക്കയിൽ നിന്നെത്തും. എന്നാൽ നിങ്ങളുടെ സ്ഥിതി അങ്ങനല്ല. നിങ്ങൾ ആശുപത്രി നടത്തി തന്നെ വേണം മുമ്പോട്ട് പോവാൻ. അങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ നേഴ്സുമാരുടെ സഹകരണം വേണം.
നാളെ നിങ്ങളുടെ ആശുപത്രിയും ഈ ഭീമന്മാർ വിഴുങ്ങില്ല എന്നെങ്ങനെ അറിഞ്ഞു? ഇപ്പോൾ തന്നെ ഈ അമേരിക്കൻ ഭീമന്മാർ കോടികൾ കൊടുത്ത് ഈ രണ്ട് ആശുപത്രികളുടെയും നിരവധി ശാഖകൾ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഇത്തരം ആശുപത്രികൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാലത്തിനാണ് നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് മറക്കരുത്. നാളെ ഇവർ നിങ്ങളെ വിഴുങ്ങുക മാത്രമല്ല, ഇവരുടെ കോടികൾ മുടക്കി അവർ ആശുപത്രിക്ക് പരസ്യം ചെയ്ത് നിങ്ങളുടെ ആശുപത്രികളിൽ രോഗികളില്ലാത്ത അവസ്ഥയുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് പെരുമ്പാമ്പിനെയാണെന്ന് ഓർത്താൽ നല്ലത്. ഇന്ന് അവർക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. സമരം പൊളിക്കാൻ നിങ്ങൾക്ക് അവർ വാഗ്ദാനം നൽകും, പണം തരും. പക്ഷെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നിങ്ങളെ വിഴുങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളെ അപ്രസക്തരാക്കുകയോ ചെയ്യും. ജൂബിലിയും പുഷ്പഗിരിയും കാരിത്താസും അടക്കമുള്ള ആശുപത്രികൾ ക്രൈസ്തവ മാനേജ്മെൻറ്റ് നടത്തുന്നതാണെങ്കിൽ, ആ ക്രൈസ്തവ മൂല്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചതി തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആസ്റ്ററും ബേബി മെമ്മോറിയലും അടക്കമുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വിഴുങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് തിരിച്ചറിയുന്നത് ഉചിതമായിരിക്കും. ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്ന മലയാളികൾ ഓർക്കുക, അവർ ഈ മാലാഖമാരുടെ സമരം കഴുത്തു ഞെരിച്ചു കൊന്ന് ആശുപത്രികളെ ഓരോന്നായി വിഴുങ്ങി ചികിത്സയുടെ കുത്തക സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ നിശ്ചയിക്കുന്നതായിരിക്കും ഇവിടുത്തെ ഫീസ്, അവർ ചോദിക്കുന്നതായിരിക്കും ഇവിടുത്തെ കൂലി. അങ്ങനെ നമ്മൾ ഈ ആശുപത്രികൾക്ക് നിന്നു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. നഴ്സുമാർ പണിയെടുക്കുന്നതിന് ശമ്പളം ചോദിക്കുമ്പോൾ അവരെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ അപമാനിക്കുകയും അവരുടെ സംഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഗൂഢാലോചനയെ തിരിച്ചറിയാൻ കേരളീയ സമൂഹം വൈകരുത്. ഇപ്പോൾ ഈ ചതി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയായി വരാം. ജാസ്മിൻ ഷാ ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക. നിലവിൽ ആസ്റ്റർ ഗ്രൂപ്പും അതുപോലെ തന്നെ BMH ഗ്രൂപ്പുകളാണ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാത്തത്. ആസ്റ്റർ മാനേജ്മെന്റ് പറയുന്നതാകട്ടെ ബേസിക് ശമ്പളത്തിന്, അതായത് 2000 രൂപേൻ്റെ വർധനവ് മാത്രം നൽകാമെന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല. കാരണം ചെറിയ ആശുപത്രികൾ പോലും ഇപ്പോൾ 32,700 രൂപ മുതൽ ട്രെയിനി സ്റ്റാഫ് ഉൾപ്പെടെ നൽകുകയും കോൺട്രാക്റ്റും ട്രെയിനിങ് സമ്പ്രദായമൊക്കെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലും ഇപ്പോൾ ആസ്റ്റർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലും അംഗീകരിക്കാൻ സാധിക്കാത്ത സമയമാണ്. മാത്രമല്ല, കൊച്ചി ആസ്റ്ററിൽ വലിയ രീതിയിലുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കൊല്ലം ആസ്റ്ററും വലിയ ശക്തമായ നടപടികൾ, പ്രതികാര നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കേസ് കൊടുത്തും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും വീടുകളിലേക്ക് ഭീഷണി സന്ദേശം അയച്ചുമൊക്കെ ഈ സമരത്തെ പരാജയപ്പെടുത്താമെന്നാണ് കൊച്ചി ആസ്റ്റർ മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ CEO അടക്കമുള്ളവർ, അതുപോലെ നേഴ്സിംഗ് CNO, അതുപോലെ ഡെപ്യൂട്ടി CNOമാരും ആയ സിനിയും അഞ്ചുമൊക്കെ കുട്ടികളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം മോശം പദപ്രയോഗങ്ങൾ എടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, സർട്ടിഫിക്കറ്റുകളിൽ മോശം കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകളാണ് ആസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗത്തുള്ളത്. ആസ്റ്റർ മാനേജ്മെൻറ്റുകളാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ബേബി മെമ്മോറിയലിലൂടെ. അപ്പോൾ ബേബി മെമ്മോറിയൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലീനിയൻ നിലപാടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആസ്റ്റർ മാനേജ്മെൻറ്റാണ് ഒട്ടും താഴേക്ക് വരാൻ പറ്റുന്നത്. ആസ്റ്റർ മാനേജ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പോൾ സമരം നടക്കുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അടക്കമുള്ളവരും അവരും അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ഇവരുടെ വലിയ പ്രഷറാണ് ഇത്തരം സമരം തീരാത്തതിന് കാരണമെന്നാണ് ഇപ്പോൾ അവർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പല മാനേജ്മെൻറ്റുകളും ചർച്ച നടക്കുന്നു. ആ ചർച്ച നടക്കുന്നതെല്ലാം നമ്മൾ സമരം ചെറുതായിട്ട് മാറി നിൽക്കുന്നുണ്ട്, ആ സമരം നടക്കുന്നത്. പക്ഷേ ആസ്റ്റർ മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സമരം പൊളിക്കും, അവിടെ അവർ കൂടുതൽ കർശനമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ള നിലപാടാണ്. ഇതിന് പ്രത്യേകിച്ച് കൊച്ചി ആസ്റ്ററാണ്. മറ്റുള്ള ആസ്റ്ററുകൾ അങ്ങനത്തെ പ്രതികാരങ്ങളോടും ബാക്കിയുള്ളൊന്നും ചെയ്യുന്നില്ല. അവർ സമരത്തോടിങ്ങനെ ഒരു അനുഭാവം പ്രകടിപ്പിച്ചു എന്ന് പറയാമല്ല, അവർ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ കൊച്ചി ആസ്റ്റർ അവിടുത്തെ കുട്ടികളെ വേട്ടയാടുകയാണ്. നഴ്സുമാർ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം അവരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടേണ്ട പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഈ സമരം വിജയിക്കപ്പെടും. ഏറ്റവും ശക്തമായ സമരമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും തകർക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു.